ഡിയർ BJPക്കാരെ, എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. ഈ കാര്യം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ ഒരു BJP വർക്കർ ആയിക്കോട്ടെ, അനുഭാവി ആയിക്കോട്ടെ, മറ്റെന്തോ ആയിക്കോട്ടെ, ഇത്തവണ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? BJPക്കാണോ? അതോ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ, നിങ്ങൾക്ക് നിൽക്കുന്ന കാൻഡിഡേറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് എതിർപ്പ് ഉള്ളൊരു കാൻഡിഡേറ്റാണ്, അതുകൊണ്ട് അയാൾ ജയിക്കണ്ട എന്നുള്ള രീതിയിൽ മറ്റേ ഓപ്പോസിറ്റുള്ള ആൾക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ച് നൽകാൻ പോവുകയാണ്? നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ചെയ്യരുത്. നിങ്ങളുടെ വോട്ട് കൃത്യമായി BJPയുടെ പോക്കറ്റിലേക്ക് എത്തിക്കാനുള്ള പരിപാടി നിങ്ങൾ ചെയ്തേ പറ്റൂ. കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി, നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ആൾക്കാർ ജയിച്ചിട്ട് തോറ്റാലും ജയിച്ചാലും നമുക്കൊരു ബെനിഫിറ്റും കിട്ടാനില്ല. അവരുടെ കാടത്തം കൃത്യമായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ CPM വന്നു കഴിഞ്ഞാലും ശരി, കോൺഗ്രസ് വന്നു കഴിഞ്ഞാലും ശരി, BJPക്കാരൻ്റെ ഒരു ഉന്നമനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേഖലയിൽ BJPക്ക് വോട്ട് ഷെയർ കൂടിക്കൊണ്ടിരിക്കണം. അങ്ങനെ മാത്രമേ അധികാരത്തിലെത്താൻ പറ്റും. നല്ലൊരു ഭരണം അവരെ കൊണ്ട് ചെയ്യിക്കാൻ നമുക്ക് പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ കാലാകാലങ്ങളായി എൻ്റെ മണ്ഡലങ്ങളായുള്ള മട്ടന്നൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ആ ഒരു മേഖലകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ CPM ജയിക്കണ്ട എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന കുറേ BJP അനുഭാവികളായിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള ഒരു അനുഭാവിത്വം വെച്ചിട്ട് അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ വന്നിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. എലക്ഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വോട്ടാണ്, വോട്ട് ഷെയറാണ്. പടിപടിയായിട്ട് വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ്, ഒരു ലെവലെത്തി കഴിഞ്ഞാൽ BJP പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മത്സരിക്കുന്ന വ്യക്തികൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. അവിടെ പൈസ ഇറക്കാൻ പറ്റും, നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. നിങ്ങൾ നിയമത്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന, പാലക്കാടൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ കോൺഫിഡൻസ് ലെവലോടെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള വ്യക്തികളും മത്സരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ടാണ്. 10 വോട്ടാണെങ്കിൽ ആ 10 വോട്ട് കൃത്യമായിട്ട് BJPയിൽ എത്തണം. 2 ടേമായിട്ട് CPM ഭരിക്കുന്നുണ്ട്. 3rd ടേം വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെനിഫിറ്റ് വരുന്നത് BJPക്കാണ്. സോ BJP വന്നോട്ടെ, കോൺഗ്രസ് വന്നോട്ടെ, ആര് വന്നോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വോട്ട് കൃത്യമായിട്ട് BJPക്ക് കൊടുക്കുക. നല്ല രീതിയിൽ വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ടുവരിക. ഒരു 30% ഒരു വോട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രൈ ലെവൽ കോമ്പറ്റീഷനാകും. 3 തലത്തിലുള്ള ആൾക്കാർ ഒരേ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഇടത് വലത് മുന്നണി തമ്മിലുള്ള ഒരു ടൈപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റാണ്ടാവും. ഒരു 25-35 മണ്ഡലങ്ങളിലൊക്കെ ഇതേ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ പിന്നെ BJPക്ക് മത്സരിച്ച് ജയിക്കാനും സുഖമാണ്. ഇവർ തമ്മിലുള്ള ഈ രഹസ്യ ചർച്ചകളും ഒത്തുകളിയൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം എത്ര കാലം നിങ്ങളിങ്ങനെ മറച്ചു കുത്തിക്കഴിഞ്ഞാലും അത്രയും കാലം BJP അനങ്ങാതെ ഒരു ലെവലിൽ തന്നെ നിലവിലുള്ള അവസ്ഥയിൽ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കും. സോ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ വോട്ട് കൃത്യമായിട്ട് BJPക്ക് കൊടുക്കുക. നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള BJP അനുഭാവികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിഷ്പക്ഷനായിട്ടുള്ള ആൾക്കാർക്കൊക്കെ BJPയിലേക്ക് അടുപ്പിച്ച് അവർക്ക് കൃത്യമായിട്ട് തന്നെ BJPയിലേക്ക് വോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ഈ ഒരു ഇലക്ഷന് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു 25-30% ഇടയിലേക്ക് വോട്ട് BJPക്ക് കാലാകാലങ്ങളായിട്ടുണ്ട്. 20% മുകളിൽ വോട്ട് ഷെയർ BJPക്ക് ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. ആ വോട്ട് കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു 5% ട്വിസ്റ്റ് ചെയ്യുന്ന, അതായത് നിഷ്പക്ഷനായിട്ടുള്ള ആൾക്കാർ കുറേ ഉണ്ട്. ആ ഒരു ആൾക്കാരും കൂടി ഒന്ന് ചെറുങ്ങനെ മാറി ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 35-55 ഇടയിലേക്കുള്ള സീറ്റിലേക്ക് BJPനെ കൊണ്ടെത്തിക്കാൻ നമുക്ക് പറ്റും. പിന്നീടുള്ള സഖ്യകക്ഷികൾ ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങും. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സഖ്യകക്ഷികളിലൊക്കെ ഓട്ടോമാറ്റിക്കലായി വന്നു തുടങ്ങി ഭരണത്തിലെത്താനും ഈസി ആയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വോട്ട് താമരയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിച്ചുകൊള്ളുക. അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കാനുള്ള കലാപരിപാടികളും കൂടി നോക്കുക. അവരെ കൊണ്ട് മാക്സിമം താമര ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള
എല്ലാ ശ്രമങ്ങളും ഉണ്ടാക്കുക, അത് ഉറപ്പാക്കുക. അതാണ് ഈ ഒരു ഇലക്ഷനിൽ ചെയ്യാനുള്ള നമ്മളുടെ ഡ്യൂട്ടി. ബൈ.